ശ്രീ ടി കെ രാജഗോപാൽ നോക്കൂ, 10 വർഷം പിണറായി വിജയൻ കേരളത്തെ വെറുപ്പിച്ചു എന്ന് പറഞ്ഞ ഇക്കൂട്ടരാണ്. നോക്കൂ, 9 ദിവസം കൊണ്ട്, 9 ദിവസമല്ല, ഒരാഴ്ച കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ചു കഴിഞ്ഞു. അത്രമേൽ വികൃതമാക്കി കഴിഞ്ഞു ഈ മുഖം. അപ്പോൾ ഈ കേസിക്ക് വേണ്ടി സ്വാഭാവിക ഒരു നാച്ചുറൽ മാൻഡേറ്റ് നമ്മുടെ മുന്നിലുണ്ട്. ആ മാൻഡേറ്റിന് അപ്പുറത്തേക്ക് ഒരാളെ കെട്ടിയിറക്കാൻ വേണ്ടിയുള്ള കരുതലാണോ ഇപ്പോൾ ഡൽഹിയിലെ ഈ മാരത്തൺ ചർച്ചയിലടക്കം ഒരുങ്ങുന്നത്? എന്താണ് ഇത്രയും ദിവസവും? കാരണം ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ചയാണ്. BJP ഇന്ന് പോലും അത് രാഷ്ട്രീയമായി BJP ഇങ്ങനെ ഈ ചൂളിപ്പോകുന്ന, മൂക്കത്ത് പോലും കൈവച്ച് പോകുന്ന തരത്തിലേക്ക് ഇതിനെ രാഷ്ട്രീയം ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും കോൺഗ്രസിന് എന്തുകൊണ്ടൊരു കുലുക്കമില്ലാതെ പോകുന്നു? ഇപ്പോൾ പറഞ്ഞല്ലോ, കൂളിംഗ് ഇഫക്റ്റ് ആണെന്ന് തിരുവഞ്ചൂർ പറയുകയാണ്. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി കാത്തിരിക്കൂ എന്ന് പറയുകയാണ്. എന്തവസ്ഥയിലേക്കാണ് ഈ സംവിധാനം ഈ പ്രോസസ്സിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നതാണ് ടി കെ രാജഗോപാൽ മനസ്സിലാക്കുന്നത്? പ്രജീഷെ, എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസിനകത്തിൽ നമ്മൾ പറയുന്നില്ലേ, AK ആന്റണിയെ പോലെയോ K കരുണാകരനെ പോലെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ടവറിംഗ് പേഴ്സണാലിറ്റീസ് ഇല്ല. അങ്ങനെ വലിയ അഖിലേന്ത്യാ തലത്തിലൊക്കെ അറിയപ്പെടുന്ന, കേരളത്തിനെ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന നേതാക്കന്മാർ ഇപ്പൊ ഇല്ല. ഇപ്പൊ അതിനകത്തിൽ നമുക്ക് ഒരാളെന്ന് പറയാവുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. പിന്നെ രമേശ് ചെന്നിത്തലയാണ്. PD സതീശൻ അങ്ങനെ ഒരു കേരളം വിട്ടുള്ള ഒരു വലിയ വളർച്ച PD സതീശൻ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ, മറ്റുള്ള ആ പഴയ നേതാക്കന്മാരെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ താരതമ്യം ഒരു ജൂനിയർ ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നത്. പണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, AK ആന്റണി വരുന്ന സമയത്ത് ഒരു ദിവസം കൊണ്ടോ രണ്ടാം ദിവസം വൈകിട്ട് തന്നെ അതിന്റെ തീരുമാനം ഉണ്ടായി. അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പൊ ആ സാഹചര്യമല്ല കേരളത്തിൽ നിലവിലുള്ളത്. എങ്കിലും മുമ്പേ നിങ്ങൾ ആദ്യം കാണിച്ചതുപോലെ ഇന്ന് വൈകിട്ട് തന്നെ തേങ്ങ ഉടയ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ ഉണ്ടാകും. അതല്ലെന്നുണ്ടെങ്കിൽ പരമാവധി നാളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെങ്കിലേ പറ്റുള്ളൂ. എല്ലാവരും പറയുന്നു, കോൺഗ്രസ്സുകാരടക്കമുള്ള എല്ലാവരും പറയുന്നു, ഈ UDF സർക്കാർ വോട്ട് ചെയ്ത് എല്ലാവരും പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കൂ. 102 സീറ്റ് ഞങ്ങൾ തന്നില്ലേ നിങ്ങൾക്ക്, നിങ്ങൾ ഒരു തീരുമാനം എടുക്കും എന്നുള്ളത്. ഇതിനകത്തില് ഇപ്പോഴും ആളുകളെയൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഇപ്പോഴ് KPCC അധ്യക്ഷന് പുറമെ അവിടുത്തെ വർക്കിംഗ് പ്രസിഡന്റുമാര്, അതേപോലെ തന്നെ മുൻ അധ്യക്ഷന്മാര്, അതുപോലെ അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒരുപക്ഷെ തിരുവഞ്ചൂരിനെ വിളിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് KPCC ഇത്രയും വിലക്കിയിട്ടും, അതായത് KPCC അധ്യക്ഷനെതിരെ പ്രകടനം നടന്നിട്ടും, പ്രകടനവും മുദ്രാവാക്യം പിടിയൊക്കെ നടന്നിട്ടും അച്ചടക്ക സമിതി ലളിതമായി ഒന്ന് ചോദിക്കട്ടെ. ഒരുപക്ഷെ ഇത് മുൻകൂർ ജാമ്യം എടുക്കുകയാണോ ഈ ഹൈക്കമാൻഡ്? ഏതെങ്കിലും ഒരു തീരുമാനം, നമുക്ക് ആരുടെ പേരിലേക്ക് എത്തിയെന്നോ നമുക്കൊരു സൂചനകളുമില്ല. പക്ഷേ എന്ത് തീരുമാനം എടുത്താലും അതിലൊരു ബാധ്യത അത് എല്ലാവരിലേക്കും ഒരു കളക്റ്റീവ് തീരുമാനം എന്നതിലേക്ക് വരാൻ വേണ്ടിയാണ്. മുൻ KPCC അധ്യക്ഷന്മാർ, അതിൽ മാറി നിൽക്കുന്നവർ ഉണ്ട്. ചില നേതാക്കന്മാർക്ക് ഒരു സ്ഥാനം പോലും, അല്ലെങ്കിൽ അവർക്ക് അപ്രത്യക്ഷരായി നിൽക്കുന്ന, ഒരു പക്ഷേ അപ്രസക്തരായി നിൽക്കുന്ന ആളുകൾ പോലും ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ മാറിയിരുന്ന് എന്തും പറയാം, എന്തും വെടിപൊട്ടിക്കാവുന്ന സാഹചര്യമൊക്കെ നാളെ ഉണ്ടാകാം. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ കേട്ടിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു നിലമൊരുക്കുക കൂടിയാണോ ഇന്നത്തെ ഈ ചർച്ചകളുടെ, ഡൽഹി ചർച്ചകളുടെ ഈ പുതിയ മാനങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാനങ്ങനെ ഈ ഒരു നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ള കാര്യത്തില് എനിക്ക് അത്തരം കാര്യങ്ങളില് ഞാൻ എതിരഭിപ്രായക്കാരനാണ്. ഒന്നും ഉണ്ടാകത്തില്ല. നേരത്തെ തന്നെ അവര് കഴിഞ്ഞ ദിവസം ഡൽഹി വെച്ച് പറഞ്ഞ സ്വിച്ച് ഇട്ടതുപോലെ എല്ലാ പ്രതിഷേധ പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ തീരും. കാരണം ഈ പ്രതിഷേധങ്ങള് അല്ലെങ്കിൽ ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് എന്നാണ് നേതാക്കന്മാരെല്ലാം അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെയാണോ കേരളത്തിലെ തെരുവിലിറങ്ങിയിട്ട് കയ്യൂക്ക് കാണിച്ചിട്ടും, അതേപോലെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ആരാധ്യരായ നേതാക്കന്മാരുടെ ചിത്രങ്ങളും പോസ്റ്ററും വലിച്ചു കയറിയിട്ടാണോ നമ്മൾ ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്? ഒരു പ്രതിഷേധം ഉണ്ടാകത്തില്ല. ഇത് ഏതോ സമ്മർദ്ദ ഗ്രൂപ്പാണ്. അത് നേതാക്കന്മാരെ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാ, ഇവരാരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാന്ന് പറയുന്നത്. അപ്പൊ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഗ്രൂപ്പിസത്തിനൊന്നും സാധ്യതയില്ല ഇപ്പൊ കേരളത്തില്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടായിരുന്നു. കേന്ദ്രത്തിലെ കോൺഗ്രസിന് എത്രയോ സംസ്ഥാനങ്ങൾ ഭരിച്ചതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ നിർണായകമായി സ്വാധീനം ചെലുത്താവുന്ന നേതാക്കന്മാരെന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗ്രൂപ്പിസം നിലനിന്നത്. അല്ലാതൊന്നും ഇപ്പോഴത്തെ നേതാക്കന്മാരെ കൊണ്ട്, ഒരുപക്ഷെ കേരളത്തിനകത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ MLA കൊണ്ട് ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ഇടാവുന്നതാണ്. അതിനപ്പുറത്തൊരു ഗ്രൂപ്പ് ഒന്നും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ന് വൈകുന്നേരമാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് 10 മിനിറ്റിലാണ് കേരളത്തിലെ എല്ലാ പ്രതിഷേധവും തീരും. അക്കാര്യത്തിൽ എനിക്ക് സംശയങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞത് ഒരു ധാരണയിൽ അത് എത്തുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പൊ ഈ 10 പേര് പോയവരുടെ കാര്യത്തിൽ പോലും ചില അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അത് ഈ കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നു എന്നുള്ള മട്ടിലാണ് കേൾക്കുന്നത്. അതിന്റെ മറ്റൊന്നും കണ്ടിട്ട് സെക്രട്ടറിയാണ്. ഒരു പക്ഷെങ്കിൽ അവർക്ക് അത്തരം കമ്മിറ്റ്മെന്റ് ഉണ്ടാകാം, അത്തരം കമ്മിറ്റ്മെന്റുകൾ ഉണ്ടാകാം. അതേപോലെ തന്നെയാണ് പിന്നെ MLA-മാരുടെ ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് നമ്മൾ ഇതുവരെ അറിയാവുന്ന വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പറയുന്നത്. MLA-മാരുടെ ഭൂരിപക്ഷം ശ്രീ KC വേണുഗോപാലിന് സംഘടനാ സെക്രട്ടറിക്കാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നീടാണ് നമ്മൾ ഈ പറഞ്ഞ ഈ പ്രതിഷേധത്തെ നോക്കേണ്ടത്. പ്രതിഷേധം എന്തായാലും പെട്ടെന്ന് അസ്തമിക്കും. അതിനെക്കാട്ടിലുപരിയായിട്ട് എനിക്ക് തോന്നുന്ന രാഹുൽ ഗാന്ധി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഘടകകക്ഷികളുടെ തീരുമാനമാണ്. അതിനകത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടെന്നല്ല ഞാൻ പറയുന്ന, പ്രാധാന്യം കൊടുക്കണം ഘടകകക്ഷികൾക്ക്. കാരണം അത് UDF ഒരു മുന്നണിയായിട്ട് മത്സരിച്ചതാണ്. അതിനകത്തിൽ പ്രധാനപ്പെട്ട 2-3 ഘടകകക്ഷികളുണ്ട്. അവരുടെ എല്ലാം 2-3 എല്ലാവരെയും കേൾക്കണം, അത് കേൾക്കേണ്ടതാണ്, ന്യായമായ കാര്യമാണ്. പക്ഷെ ഇന്ന് MF ഹസൻ സൂചിപ്പിച്ച കേട്ടില്ലേ, അദ്ദേഹം പഴയ UDF-ന്റെ കൺവീനറുമായിരുന്നു, KPCC അധ്യക്ഷനും ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. CLP നേതാവ്, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം കോൺഗ്രസിനാണ്. അക്കാര്യത്തിനകത്ത് മറ്റൊരു ചോയ്സ് നമ്മൾ വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മൾ തീരുമാനിക്കും, കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും ആരാണ് ഞങ്ങളുടെ നേതാവ് എന്നുള്ളത്. അതിനുശേഷം അത് UDF-ന്റെ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അവരെ ധരിപ്പിച്ചാൽ മതി. അവരോട് പറയുകയാണ് ഇന്നയാളാണ് നമ്മുടെ നേതാവ്, ഞങ്ങൾ CLP ഞങ്ങളുടെ നിയമസഭാ കക്ഷി നേതാവായിട്ട് ഇന്ന ആളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ ഇപ്പൊ നമ്മൾ പുറത്ത് കേൾക്കുന്നതാണ്, നമ്മൾ അറിയുന്നത് ഇപ്പൊ ചില സമ്മർദ്ദ തന്ത്രങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സമ്മർദ്ദ തന്ത്രങ്ങൾ പിടിച്ചെടുത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്.